Welcome to Sister's Kitchen. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്യാപ്ഷൻ കണ്ടുല്ലോ. ഇന്ന് നമ്മൾ ബട്ടർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാല്, ചായ ഉണ്ടാക്കാനൊക്കെ വാങ്ങിക്കുന്ന പാൽ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ബട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടി പ്രത്യേകം ക്യാഷ് കൊടുത്ത് ബട്ടർ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇനി തൊട്ട് ഞാൻ എല്ലാ വീഡിയോയിലും വീഡിയോയുടെ ലാസ്റ്റ് റെസിപ്പിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ആഡ് ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കിച്ചൺ ടിപ്പോ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ, 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇൻഡക്ഷൻ ആണെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റവ്, അല്ല ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ഗ്യാസ് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസോ ഇൻഡക്ഷനോ ഏതാണെന്ന് വെച്ചാൽ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ഉടനെ തന്നെ നമ്മളിത് അടച്ചു വെക്കരുത്. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാട കിട്ടില്ല. പാൽപ്പാട നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതാ പാലിവിടെ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാൽപ്പാട ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ജാറിൽ ഓൾറെഡി കുറച്ച് പാൽപ്പാട കാണുന്നുണ്ടല്ലേ. ഇതൊരു 2 ആഴ്ചത്തെ പാൽപ്പാടയാണ് കേട്ടോ. നല്ല കൊഴുപ്പുള്ള പാലാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് പാൽപ്പാട കിട്ടും. അതുപോലെ അധികം വെണ്ണ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഈ കണ്ടെയ്നർ അടച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. എൻ്റെ പാൽപ്പാട വെച്ചിരുന്ന കണ്ടെയ്നർ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ബട്ടർ ആക്കാൻ പോവുകയാണേ. നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പാൽപ്പാട ഇട്ട് കൊടുക്കാം. നോർമൽ വാട്ടർ മതി കേട്ടോ. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റാണ് ഞാൻ അടിക്കാറ്. അപ്പോഴത്തേക്കും എനിക്ക് വെണ്ണ നല്ല ക്ലിയർ ആയിട്ട് മുകളിലേക്ക് വരാറുണ്ട്. ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടി ഒന്ന് അടിക്കുക കേട്ടോ. എന്നിട്ട് ശരിയായില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ച് നോക്കുക. അപ്പം എന്തായാലും വെണ്ണ അതിനകത്തുനിന്ന് വേർതിരിഞ്ഞ് കിട്ടും. ഒരുപാട് ചൂടുള്ള വെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇതുണ്ടോ, അതപ്പോൾ ബട്ടർ ഫുള്ളായിട്ട് ജാറിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം താഴെയും ബട്ടർ മുകളിലായിട്ടും വരും. ഇനി നമുക്ക് ഈ ബട്ടർ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളത്തിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കത് റൗണ്ട് ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. എൻ്റെ ഈ വെള്ളം ഓൾറെഡി ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടല്ലേ. അത് ഞാൻ ആദ്യമേ വീഡിയോ ഓൺ ആക്കണേക്ക് മുമ്പ് കുറച്ച് ബട്ടർ ഇട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഓൺ ആക്കിയില്ലല്ലോ എന്ന് ഓർത്തെ. അപ്പോൾ ആ ബട്ടർ ഇട്ടതിൻ്റെ കാരണമാണ് കേട്ടോ ആ ഒരു കളർ വ്യത്യാസം. നോർമൽ സാധാ വാട്ടറാണ് എടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു ഉരുള പോലെ ആക്കി എടുക്കാം കേട്ടോ. അത് കണ്ടോ, ഏകദേശം നല്ലൊരു വലിയ ആപ്പിളിൻ്റെ സൈസിൽ തന്നെ ബട്ടർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാല് മേടിക്കുന്ന ബട്ടറിന് വേണ്ടി പ്രത്യേകം പൈസയൊന്നും കളയണ്ട. നമ്മൾ പാല് മേടിക്കുന്ന അതേ പൈസയ്ക്ക് തന്നെ നമുക്ക് ഇതുപോലെ ബട്ടറും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു ഒരാഴ്ച ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അത് കഴിയുമ്പോൾ നമ്മളത് ഉരുക്കി നെയ്യാക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതല്ലേ, അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് പറയാം കേട്ടോ. ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, സോപ്പിൻ്റെ കവറൊന്നും വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. അതോടെ എടുത്ത് വെച്ചേക്കാം. നമുക്ക് ഷെൽഫിൽ തുണിയൊക്കെ വയ്ക്കുന്ന ഷെൽഫിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തുണികൾക്ക് നല്ല സ്മെല്ല് കിട്ടും, ഷെൽഫിനും നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ ഇനി ആരും സോപ്പിൻ്റെ കവർ വേസ്റ്റ് ചെയ്ത് വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.